എനിക്ക് കുറച്ച് സീഡ്സ് കിട്ടി. അവിടെ ഒരു കോണിൽ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാനത് കയ്യിലേക്ക് എടുത്തു. ആക്ച്വലി ഫാമിംഗ് ഒക്കെ എനിക്കത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ചെടി നട്ട് വളർത്തണമെന്ന് വലിയ പാഷനൊന്നും അല്ല. ഒരു ഇൻഡോർ പ്ലാന്റ് പോലും സർവൈവ് ആകുമെന്ന് ഡൗട്ടുള്ള ആളാണ് ഞാൻ. ഇത്രയും ദിവസം ഇവ ഇവിടെ കിടന്ന പോലെ നമ്മുടെ ലൈഫിലും ചില ഡ്രീംസ് ഒക്കെ അങ്ങനെ തന്നെ കിടക്കാറില്ലേ? പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ. സീഡ്സ് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു പ്ലാന്റ് ചെയ്യാമെന്ന്. നോക്കാൻ വളരുമോ എന്നുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് പറ്റില്ല എന്നാണ്. ബട്ട് പിന്നെ തോന്നി ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. ഗ്രോ ചെയ്താൽ സന്തോഷം, ഗ്രോ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. ആക്ച്വലി കൃഷി ഒരു ഭയമായി ഇതുവരെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു ചെടി നട്ട് വളർത്തി അതിൽ പൂവൊക്കെ വന്നാൽ മതിമറന്ന് സന്തോഷിച്ച ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാനത് പൂർണ്ണമായും ആസ്വദിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറ്റബോധമൊന്നുമില്ല. ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങൾ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഒരു കാലത്ത് കൃഷി എനിക്ക് സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതേ കൃഷി എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പേടിയാണുള്ളത്. എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ വീട്ടിൽ കിട്ടുന്ന തേങ്ങയ്ക്കും മാങ്ങയ്ക്കും പച്ചക്കറിക്കും ഒക്കെ ഒരു കണക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ 2014 ആ കണക്കൊക്കെ തെറ്റിച്ച് മണ്ണ് നമുക്ക് പൊന്നു തോന്നും. വെറുതെ നേരം പോക്കിന് നട്ട പച്ചമുളക് തൈ വരെ ഇലകൾ കാണാതെ കഴിച്ചിരുന്നു. എന്ത് ഭംഗിയല്ലേ! 2014 സെപ്റ്റംബർ 15 ഞാൻ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇളയപ്പൻ അച്ഛൻ നട്ട മുളക് തൈയൊക്കെ കൊത്തിക്കളയുന്നുണ്ടായിരുന്നു. കൃഷി കാട് പോലെയായി വീട്ടിൽ വരുന്നവർക്കൊക്കെ അസൗകര്യമാണെന്ന് പറഞ്ഞു. ഓരോ ചടങ്ങിനായി ഇതിലേ പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായി കാണും. അപ്പോൾ അത് അപ്പുറത്തെ ഇളയമ്മ അടക്കം പറയുന്നത് കേട്ടത്, ഇക്കൊല്ലം മണ്ണ് പാട് തന്നിനല്ലേ, ഓൻ പോകുന്നത് അറിഞ്ഞിട്ടാണ് ചാവുവിള. അന്നാണ് ആ വാക്ക് ആദ്യം ഞാൻ കേൾക്കുന്നത്. ശരിക്കും മണ്ണിനെ അറിഞ്ഞു കാണുമോ എൻ്റെ അച്ഛൻ ഇക്കൊല്ലം പോകുന്നത്? പിന്നീട് അതുപോലെ ഒരു വിളവ് നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇനി അതുപോലത്തെ ഒരു വിളവ് കിട്ടുമെന്ന് വിചാരിച്ച് ഇപ്പൊ കൃഷി ചെയ്യാൻ തന്നെ മനസ്സിലൊരു ആദ്യമാണ്. ഈ പാക്കറ്റിൽ ഒരുപാട് സീഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതിൽ കുറച്ചെണ്ണം മാത്രമേ നടാൻ എടുത്തിട്ടുള്ളൂ. ടൊമാറ്റോസ്, ചില്ലി, ചീര. പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തെങ്ങിൻ്റെ ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്തു. അവിടെ ഉണ്ടായ ലീവ്സൊക്കെ റിമൂവ് ചെയ്തു. സോയിലൊന്ന് ലോസൺ ചെയ്തു. എന്നിട്ട് അവിടെ തന്നെയാണ് നട്ടത്. കുറച്ചൊന്ന് ഗ്രോ ആയാൽ പിന്നെ പിക്ക് ചെയ്ത് പ്രോപ്പർ പ്ലേസിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഹൗ വി യൂഷ്വലി ഡു. ഇതിനിടയിൽ കിഡ്സ് ആർ ഫുൾ ഹാപ്പി. വൺ സൈഡ് സോയിൽ, വൺ സൈഡ് വാട്ടർ. ചളിയൊക്കെ കയ്യിലുണ്ട്. ലാഫിംഗ് ഫേസ്. പ്ലാൻ ചെയ്യാൻ വന്നാണെങ്കിൽ ദേ മെയ്ഡ് ഇറ്റ് എ ഫുൾ പ്ലേ ടൈം, ഹെൽപ്പിംഗ്, പ്ലേയിങ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഓൾ ദിസ് ലഞ്ച് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ ഐ വെൻറ്റ് ഇൻസൈഡ്, മെയ്ഡ് എ സിമ്പിൾ പുളിശ്ശേരി ആൻഡ് എ ക്രിസ്പി ഫിഷ് ഫ്രൈ. ആക്ച്വലി ഇത് വലിയൊരു അച്ചീവ്മെൻറ്റ് ഡേ ഒന്നുമല്ല, ബട്ട് ഇറ്റ് ഫെൽറ്റ് ഫുൾ. വി ക്ലീൻ, വി പ്ലാന്റഡ്, വി കുക്ക്, വി ലവ്. And now let's wait. I will definitely give updates about these little plants. Maybe next time.